സ്കൂളിൽ നിന്ന് വരുന്നു. എന്റെ കയ്യിലുള്ളത് ബ്ലൈൻഡ് മാൻ സ്റ്റിക്ക് എന്നുള്ള ഒരു റോബോട്ടിക്സ് പ്രൊജക്ട് ആണ്. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആളുകൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ സ്റ്റിക്ക് വളരെ ഉപയോഗമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളിന്റെ മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ആളുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അൾട്രാസോണിക് വേവ് സെൻസർ യൂസ് ചെയ്ത് അത് ഡിറ്റക്ട് ചെയ്യും. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് അലേർട്ട് ആകും. അതോടുകൂടെ അയാൾക്കുള്ള അപകടങ്ങളെല്ലാം ഒഴിയുകയും ചെയ്യും. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രോണാണ്. പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് 4 ഡ്രോൺ ഉപയോഗിക്കുന്നത് കോർലെസ് മോട്ടറാണ്. ഈ കോർലെസ് മോട്ടർ എന്ന് പറയുമ്പോൾ നല്ല സ്പീഡ് കിട്ടും. ഡ്രോൺ ഉണ്ടാക്കുമ്പോ നല്ല എയറിന് ത്രസ്റ്റ് കിട്ടും. ആ ത്രസ്റ്റ് കൊണ്ട് ഇത് പൊന്തും. അപ്പൊ ഇതിൽ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോളർ എന്ന് പറയുമ്പോൾ ജെയ്റോ കൺട്രോളറാണ്. ഡ്രോണിന്റെ മോഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് മോട്ടറിലോട്ടുള്ള പവർ അതിന് കൂട്ടി കൊടുക്കും. പിന്നെ ഇതിൽ ഉപയോഗിച്ചുള്ള അത്യാവശ്യം പവറുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇത് കൺട്രോളറിൽ നമുക്ക് ബട്ടൺസ് വരുന്നത് ഇത് ട്രിം ചെയ്യാനും പിന്നെ ഇതിന്റെ മോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ്. ആക്ഷൻ റോബോട്ടാണ്. ഈ റോബോട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ വെൽക്കമിങ്, അതുപോലെ പുഷപ്പ്, ഫ്രണ്ട് ഫ്ലിപ്പ്, ബാക്ക് ഫ്ലിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റോബോട്ട് ചെയ്യും. ഈ റോബോട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ വെച്ചാൽ സെർവോസ്, അതേപോലെ ഒരു കൺട്രോളിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ റോബോട്ട് ഇപ്പോ ഇതേപോലെ നിങ്ങൾക്ക് വെൽക്കമിങ് തരും, പുഷപ്പുകൾ തരും, പിന്നെ ഫ്രണ്ട് ഫ്ലിപ്പ്, ബാക്ക് ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ സ്കൂളിൽ ATL ലാബിനകത്ത് നമുക്ക് 360-ലധികം കുട്ടികൾ നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഏറ്റവും ആധുനിക യുഗത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പല സംഗതികളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള പല പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഈ ATL ലാബിനകത്ത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ എക്സ്പോ നടക്കുന്നു. ഈ എക്സ്പോയിൽ അവരുണ്ടാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് അതിനൊരു ഇത് മനസ്സിലാവും. ഉദാഹരണം, ഇപ്പോൾ വാഹനങ്ങളുടെ ടെക്നോളജിയാണ്. മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വൈപ്പർ ഓൺ ആവുന്നുള്ളത്. അതിനാൽ പിന്നിലുള്ള നമുക്ക് ചെയ്യാനുള്ള കാര്യം വളരെ ചെറിയ സംഗതിയേ ഉള്ളൂ. അപ്പോൾ അത് കുട്ടികൾ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവരോട് ചെയ്ത് അറിഞ്ഞ് പഠിക്കുകയാണ്. പുതിയ ഹൈവേ വന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളും ടോൾ ബൂത്തുകളും പുതുതായിട്ട് നമ്മൾ എല്ലായിടത്തും ടോൾ ബൂത്തുകൾ കണ്ടു പരിചയിച്ചു. ഈ ടോൾ ബൂത്തിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബാർ പൊങ്ങുന്നത്, എങ്ങനെയാണ് ക്യാഷ് ചെയ്യുന്ന റീഡായി ഇതാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് അറിഞ്ഞ് പഠിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. പല ടെക്നോളജികൾ നിർമ്മിക്കും. ഇപ്പോൾ അറ്റൻഡൻസ് എടുക്കാനുള്ള ഓരോ കുട്ടിക്ക് ഓരോ കാർഡ് കൊടുത്തിട്ട് ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് അറ്റൻഡൻസ് എടുക്കാനുള്ള സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ 70-ലധികം പ്രൊജക്റ്റുകൾ കുട്ടികൾ ഇവിടെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഒബ്സ്റ്റ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. കഴിഞ്ഞ ഈ ഒരു ജൂൺ മുതൽ അവരുടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നിരന്തരം 10 ബാച്ചുകളാക്കിയിട്ട് കുട്ടികൾക്ക് നിരന്തരം ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളുടെ റിസൾട്ടാണ് നമുക്ക് ഈ കാണുന്ന ഇത്രയും അധികം ഈ കാണുന്ന വിവിധ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് ആ ക്ലാസ്സുകളുടെ ഒരു റിസൾട്ട് തന്നെയാണ്. അതിനകത്ത് കഴിഞ്ഞ വർഷം പഠിക്കുന്നവരുണ്ട്, അവർ ലെവൽ 2 ആയിക്കൊണ്ട് അവർ കുറച്ചും കൂടി ഒരു മുതിർന്ന ലെവലിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലെവൽ 1 ഉണ്ട്. ഇനി അടുത്ത വർഷം മുതൽ നമുക്ക് ലെവൽ 3 എന്ന് പറയുന്ന കുറച്ചും കൂടെ ഹയർ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന 3D പ്രിന്ററുകൾ ഉപയോഗിച്ച് സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് എത്തുന്ന കുട്ടികൾ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഭാവിയിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ATL ലാബ് പ്രവർത്തിക്കുന്നത്. അത് വിജയകരമായി കൊണ്ടിരിക്കുന്ന സൂചനകളാണ് നമുക്ക് ഈ കാണുന്ന ഈ എക്സ്പോ എന്ന് പറയുന്നത്.